ഞാൻ സൗത്ത് ഗോവ മഡ്ഗൗണിൽ നിന്ന് കുലേമിലേക്ക് പോവാണ്. അവിടെ നിന്ന് ദൂദ്സാഗർ വാട്ടർഫാൾ ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഓൺ ദ വേ ആണ്, സ്കൂട്ടിയിലാണ്. ഇതാണ് ഇപ്പോൾ മുല്ലയും എന്നൊരു സ്ഥലമുണ്ട്, ഫോറസ്റ്റ്, അതിൻ്റെ അടുത്തുള്ളതാണ്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ്. ഇനി ഒരു 15-17 കിലോമീറ്റർ ഉണ്ട്. ഈ ഏരിയയിൽ മാത്രമാണ് ഫോറസ്റ്റ് ഉള്ളത്, ബാക്കിയെല്ലാം ബീച്ച് സൈഡാണ് ഉള്ളത്. നമുക്ക് യാത്ര പോകാം. ഞാനിപ്പോൾ കുലിയം എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കുലിയമിൽ വേണ്ട ഒത്തിരി സ്ഥലങ്ങളാണ് ഈ ദൂദ്സാഗറിന് വേണ്ടി ബുക്ക് ചെയ്യുന്നത്. വാട്ടർഫാള് എല്ലാം ഇവിടെ ജീപ്പ് മുതൽ ട്രക്കിങ് അങ്ങനെ പല സംഭവം ഇവിടെയുണ്ട്. ഒത്തിരി ഹോട്ടൽസ് ഉണ്ട്. പക്ഷെ ഇന്നെന്തോ ഗണേശ ചതുർത്ഥി ആയതുകൊണ്ട് ക്ലോസ്ഡാണ്. ഞാനിപ്പോൾ കുലിയമിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ഇവിടുത്തെ ജീപ്പ് സഫാരി മറ്റേതിൻ്റെയൊക്കെ ഷോപ്സാണിത്. ഒത്തിരി അനവധി ഓപ്പറേറ്റ് ചെയ്ത്, ഇവരുടെ ഒഫീഷ്യൽ ടൂർ ഓപ്പറേറ്റർ അസോസിയേഷനാണ്. ഞാനിപ്പോൾ കുലേൻ്റെ അടുത്തുള്ള തമ്പടി സുർല മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഒരു ടെമ്പിളാണ് ഇതൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇപ്പം വൈൽഡ് ലൈഫ് സഫാരി ഒന്നും ഓപ്പൺ അല്ല, മൃഗങ്ങളൊന്നും അങ്ങനെയില്ല, കുരങ്ങന്മാരും അങ്ങനെയേ ഉള്ളൂ. അപ്പോൾ അതിലൂടെയാണ് നമ്മൾ ഈ തമ്പടി എന്ന ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ്. മനോഹരമായ കാഴ്ചകളൊക്കെയാണ്. കംപ്ലീറ്റ് ഫോറസ്റ്റിൻ്റെ ആ ഒരു വൈബാണ്. എന്നാൽ ആനയും അങ്ങനത്തെ ഒരു മൃഗങ്ങളുടെ ഒരു ശല്യവും ഇല്ല. ഫോറസ്റ്റിൻ്റെ ഒരു പോസ്റ്ററും ഒരു ഇൻഫർമേഷൻ വീഡിയോ ഒന്നുമില്ല. ഇത് ഞാൻ പറഞ്ഞ വൈൽഡ് ലൈഫ് സാങ്ച്വറിൻ്റെ ഭാഗമാണെങ്കിലും അധികം മൃഗങ്ങളില്ലാത്ത കാരണം അധികം ഒരു കൺട്രോളൊന്നും ഇല്ല. എന്തായാലും നമുക്ക് ഈ യാത്ര പോയിട്ട് വരാം. ഭഗവാൻ മഹാവീർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, അതിൻ്റെ ഉള്ളിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കയറാൻ പോവാണ്. ഇതാണ് മഹാദേവ ടെമ്പിൾ, തമ്പടി സുല. ഇപ്പോൾ ആടെ ഒന്നുമില്ല. ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ മഹാദേവ് ടെമ്പിൾ തമ്പടി സുല. വളരെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത്. പോകുന്ന വഴിയിലെ കാഴ്ചകളാണ്. നോക്കിയത് വെള്ളച്ചാട്ടം. ക്ഷേത്രം 6 മണി വരെയുള്ളൂന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിന് മുമ്പേ എന്തായാലും ക്ഷേത്ര ദർശനം നടത്തി വരാം. അതിന് ശേഷം കാഴ്ചകൾ കാണാം. എന്തായാലും ഇതടച്ചു. 5:30 വരെ ടൈം. പോകുന്ന ദിവസം എന്തായാലും വരാം. അപ്പോൾ ഞാൻ കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പം നാളെ വന്നിട്ട് ഇതിൻ്റെ ഫുൾ കാഴ്ച കാണിക്കും. ഇതാണ് ഒത്തിരി ക്ഷേത്രം, ഒത്തിരി വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. ഭഗവാൻ മഹാവീർ വൈൽഡ് ലൈഫ് സാങ്ച്വറിൻ്റെ ഭാഗമാണ് ഈ ക്ഷേത്രം. 700 വർഷം പഴയതാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം പ്രവേശനം ഇല്ല. 5:30 മുമ്പായിട്ട് വരണം. ഇപ്പം ഞാൻ പോകുന്ന വഴിക്ക് ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് വീണ്ടും ഒരു തവണ കൂടെ കയറും. അപ്പോൾ ആ വീഡിയോ ഞാൻ അറ്റാച്ച് ചെയ്യുന്നതാണ്. കണ്ട, ഇപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഇതാണ് എൻ്റെ സ്ട്രക്ചർ. 700 വർഷം പഴയതാണ്. ഏകദേശം വീടിൻ്റെ ആ ഒരു സ്റ്റേജ് എത്തി. ഇതാണ് ശിവക്ഷേത്രം. 700 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്.
रहेगा तो ट्रैवल पे ध्यान नहीं रहेंगे। लास्ट टाइम में छुट्टी लेके ऐसे ही अपना काम मेरा ठीक है, अभी इस समय काम भारी नहीं है, मैनेज हो गया। ഈ ക്ഷേത്രം തുറന്നിട്ടില്ല, പക്ഷേ ചില ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. സമയം വൈകുന്നേരമായി, അപ്പോൾ ഞാൻ ഇറങ്ങാണ്. ഇനി ഒരു തവണ കൂടി പോകുന്ന ടൈമിൽ വരാം, ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്നുകൂടി ആസ്വദിക്കാം.